ഇവിടെ റോഡ് വീതി കുറവാണ്, അതിൻ്റെ ചില പരിമിതികളുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ആണ് ആളുകളും അല്ലെങ്കിൽ ഇവിടുത്തെ ഓഫീസേഴ്സും ഇവിടുത്തെ ഡ്രൈവറും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാടിനെ വടക്കനാടിനെ കിടുകിട വിറപ്പിച്ച മുട്ടിക്കൊമ്പനെ ഏതാനും നിമിഷങ്ങൾക്കകം ഇതിലെ കൊണ്ടുവരും. മയക്കുപൊടി കൊടുത്തിട്ടുണ്ട്. കുങ്കിയാനയുടെ അകമ്പടിയോട് കൂടി കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണണ്ടേ. നമ്മുടെ മുട്ടിക്കൊമ്പനെ വീഴ്ത്തിയ കുങ്കിയാനകളാണ്. ഇതാണ് വടക്കനാട് കൊമ്പൻ. ഇതിനു മുമ്പ് ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിടിച്ചുകൊണ്ട് പോയ വടക്കനാട് കൊമ്പനാണിത്. ഇപ്പൊ ഇവനെ കുങ്കിയാനയാക്കി മാറ്റിയത്. വലിയ VIP പരിഗണന തന്നെയാണ് ഈ മുട്ടിക്കൊമ്പന് കൊടുത്തിരിക്കുന്നത്. വെറ്റിനറി ഡോക്ടേഴ്സ് അടക്കം, അതുപോലെ JCB, അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണത്തോടും കൂടിയാണ്, ഒരു വലിയ വരവേൽപ്പ് തന്നെയാണ് നമ്മുടെ ഈ മുട്ടിക്കൊമ്പനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. 13 ദിവസത്തെ ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഇന്ന് സക്സസ് ആക്കി മാറ്റിയിരിക്കുന്നത്. ഇന്ന് 7 മണി 7:30 കൂടിയാണ് ആദ്യത്തെ മയക്കുപിടി നൽകിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 2 മയക്കുപിടി കൂടെ നൽകിയതിനു ശേഷമാണ് മുട്ടിക്കൊമ്പൻ മയങ്ങിയതും. അതിനെ പരിധിയിലെത്തിക്കാനായിട്ട് 5 കുങ്കിയാനകളെയും എത്തിച്ചിരുന്നു. ഇതാണ് നമ്മുടെ വടക്കനാടിനെ കിടുകിട വിറപ്പിച്ച നമ്മുടെ മുട്ടിക്കൊമ്പൻ. ഇവനെ വലിയ ബന്ധോസോട് കൂടി തന്നെയാണ് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയുന്നത്. ഇതാണ് മുട്ടിക്കൊമ്പൻ. ഒരുപാട് ആളുകളാണ് ഇതിന്റെ ചുറ്റും എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ഒരു തടങ്കലിൽ തന്നെയാണ് കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവൻ മയക്കത്തിലാണ്. മയക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പായിട്ട് ഈ മുട്ടിക്കൊമ്പനെ മുത്തങ്ങ ഫോറസ്റ്റ് ആനപ്പന്തിയിൽ എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ദുർഘടമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്താ വെച്ചാൽ മുട്ടിക്കൊമ്പനെ കയറ്റിയ ലോറി, അതായത് എലിഫന്റ് ആംബുലൻസ്, അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. JCBക്ക് താങ്ങിയാൽ മാത്രമാണ് ഇപ്പൊ ഈ മുട്ടിക്കൊമ്പനെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് എത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ലോറി ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അവിടെ ഒരു കട്ടിംഗ് ആണ്, ഒരു വളവാണ്. അപ്പൊ നമുക്ക് നല്ല റോഡല്ല. അപ്പൊ അതെല്ലാം ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ. നമ്മൾ വിചാരിച്ച അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വാഹനം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ എലിഫന്റ് ആംബുലൻസ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പിന്നാലെയായിട്ട് അടുത്ത കുങ്കിയാനനെ കൂടെ ഈ ഒരു കടമ്പ കടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ റോഡ് വീതി കുറവാണ്, അതിൻ്റെ ചില പരിമിതികളുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ആണ് ആളുകളും അല്ലെങ്കിൽ ഇവിടുത്തെ ഓഫീസേഴ്സും ഇവിടുത്തെ ഡ്രൈവറും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.